നമസ്കാരം. ഞാൻ ഡോക്ടർ കോശി പണിക്കർ, കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം, ട്രിവാൻഡ്രം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാലിലെ തണുത്ത് കിടക്കുന്ന ഞരമ്പുകളെ പറ്റിയാണ്. അതായത് വെരിക്കോസ് വെയിൻസ് എന്ന് പറയും. വെരിക്കോസ് വെയിൻസിൻ്റെ സിംറ്റം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് കാലിലേക്ക് കഴയ്ക്കുന്ന കണക്കൊരു വേദന, കാലിൻ്റെ നിറം മാറുന്നു, കാലിൽ ചൊറിച്ചിലുണ്ടാവുന്നു. സഹിക്കാൻ വയ്യാത്ത ചൊറിച്ചിലിൽ നമ്മൾ ചൊറിയുകയും അവിടെ ഒരു മുറിവുണ്ടാവുകയും പിന്നെ ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം കാരണം ആ മുറിവ് ഉണങ്ങാതെ ഒരു വ്രണമാവുകയും ചെയ്യുന്ന ഇതാണ് നമ്മൾ സിംറ്റമായിട്ട് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിൻ വരുന്നതെന്ന് നോക്കാം. നമ്മൾ കാലിൽ തൊലിയുടെ അടിയിൽ രക്തധമനികളുണ്ട്, പേശികളുടെ അടിയിലും രക്തധമനികളുണ്ട്. അപ്പോൾ തൊലിയുടെ അടിയുടെയും പേശികളുടെ അടിയിലെ രക്തധമനിയുടെ ജോലി കാലിൽ നിന്ന് മുകളിലേക്ക് ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരിക എന്നുള്ളത് ആണ്. അത് ചെക്ക് ചെയ്യാനായിട്ട് രക്തധമനികളിൽ വാൽവുകളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് നേരം നിൽക്കുന്നവർ പ്രസവശേഷം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വയറിനകത്ത് എന്തെങ്കിലും മുഴകൾ ഈ രക്തധമനിയെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ വാൽവ് കേടാവാനുള്ള സാധ്യതകളുണ്ട്. വാൽവ് കേടായാൽ എന്ത് സംഭവിക്കും? ഈ രക്തം മുകളിലോട്ട് പോകുന്നത് താഴോട്ടും ഇറങ്ങാൻ തുടങ്ങും. താഴോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ രക്തധമനിയുടെ സൈസ് കൂടുകയും അത് വെളിയിലേക്ക് തള്ളി നിൽക്കുകയും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന അശുദ്ധ രക്തമായതുകൊണ്ട് തന്നെ കാലിൻ്റെ നിറവ്യത്യാസമാണ് ആദ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. പിന്നെ നിൽക്കുമ്പോൾ കഴപ്പുള്ളൊരു വേദന, പിന്നെ ചൊറിച്ചിൽ, അങ്ങനെ അത് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഒരു വ്രണം പോലെ ആവും. ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡോപ്ലർ സ്കാൻ, അൾട്രാസൗണ്ട് വെച്ചിട്ടുള്ള രക്തധമനിയുടെ ഒരു ഡോപ്ലർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൽവിന് എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര വാൽവ് കേടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റും ഇതിന് തീരുമാനിക്കുന്നത്. അതായത് സ്റ്റോക്കിങ്സ് എന്ന് വെച്ചാൽ സോക്സ് കണക്ക് ഒരു കംപ്രഷൻ കാലിൽ കിട്ടുന്ന ഒരു സോക്സ് ഉപയോഗിക്കാം. അതല്ല തുടയിടുക്കിലെ മെയിൻ വാൽവാണ് പോയിട്ടുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ രക്തധമനി ഒരുപാട് വീർത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുന്നതായിരിക്കും നല്ലത്. സർജറി എങ്ങനെ, ഏത് തരം എന്നുള്ളതാണ് അടുത്ത്. സർജറി നമുക്ക് പഴയ ഓപ്പൺ സർജറി ഉണ്ട്, അത് തന്നെയാണ് ഇപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പുതിയ മൊഡാലിറ്റീസ് ഉണ്ട്. അതായത് വെരിക്കോസ് വെയിനിനെ റേഡിയോ ഫ്രീക്വൻസി വെച്ച് അബിലേറ്റ് ചെയ്ത് കളയുക, അല്ലെന്നുണ്ടെങ്കിൽ ലേസർ രശ്മികൾ കൊണ്ട് ആ രക്തധമനിയെ കരിച്ചു കളയുക എന്നുള്ള ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്. ഓപ്പൺ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് തുടയിടുക്കിൽ ചെറിയൊരു മുറിവുണ്ടാക്കി ഏത് രക്തധമനിയാണോ പ്രശ്നമുള്ളത് ആ രക്തധമനി നമ്മൾ വെളിയിലെടുക്കുക എന്നുള്ള സർജറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും, അല്ലെന്നുണ്ടെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കാനും, നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണോ എന്ന് അറിയാനും നമ്മൾ SUT ഹോസ്പിറ്റലിൽ ജനറൽ സർജറി വിഭാഗത്തിൽ വരാം. നമുക്ക് ഡോപ്ലർ സ്കാൻ ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.